Hello everyone, welcome back to my YouTube channel Accounting Lesson. My name is Shyam Kumar. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ 3 ചാപ്റ്ററുകളെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഓരോരുത്തരും അത് കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 4 അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ 2 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇതിലും നമ്മൾ എന്താണ് ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ജേർണൽ ലെഡ്ജറിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 നമ്മൾ പഠിക്കാനുള്ള കണ്ടന്റുകൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ഇതിന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതിൽ ഫസ്റ്റ് സ്പെഷ്യൽ ജേർണൽ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. സെക്കൻഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ക്യാഷ് ബുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ്, അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് പെറ്റി ക്യാഷ് ബുക്ക് എന്താണ്. ഇങ്ങനെ ഒരു 3 രീതിയിലുള്ള ഒരു ക്യാഷ് ബുക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസ് ബുക്ക് ആൻഡ് സെയിൽസ് ബുക്ക്. ഒരു പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേർണൽ ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഒരു സെയിൽസ് ഡേ ബുക്ക് ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്യും, ഇതിനെ കുറിച്ച് നമ്മളിവിടെ തിയറിറ്റിക്കൽ പോയിന്റ് നല്ല രീതിയിൽ പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ജേർണൽ. ദാറ്റ് ഈസ് റെക്കോർഡിംഗ് ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ. ഫസ്റ്റ് നമ്മൾ എവിടെയാണോ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ബുക്കുകളെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുക എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതുപോലെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഫോർമാറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രാ ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് നോക്കുമ്പോൾ ഒരു അക്കൗണ്ട് പോലെയാണ്, പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഇത്തരം രീതിയിൽ നമ്മൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഈ സബ് ഡിവിഷൻ ഓഫ് ജേർണലുമായി ബന്ധപ്പെട്ട് ഒരു ജേർണലിൽ നമുക്ക് ഒട്ടനവധി പോയിന്റുകൾ അല്ലെങ്കിൽ ഡെയിലി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഒരുപാട് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ജേർണലിൽ നിന്ന് എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടുകളോട് ചില സമയങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് അത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ജേർണൽ എന്ന് പറയേണ്ടി വരും. എന്നാൽ അതിന്റെ ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ലെഡ്ജറിനെ പോലെ ആയതുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് ഒന്നും വിളിക്കേണ്ടി വരും. പക്ഷെ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽ കൊണ്ടുവന്നത് മെയിൻ ചെയ്യുന്നത്. ആ സ്പെഷ്യൽ ജേർണലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താണ് പർച്ചേസ്, ബൈയിങ്, സെല്ലിങ് ഇങ്ങനെ ഒരുപാട് എപ്പോഴും നടക്കുന്ന കുറെ റിപ്പീറ്റ് ആയിട്ടുള്ള കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ജേർണൽ എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ് ചെയ്യാൻ കാരണം, ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്പെഷ്യൽ ജേർണലുകൾ ഏതെല്ലാമാണ് നല്ല ക്ലാരിറ്റിയോട് തന്നെ പഠിച്ചു പോകണം. അതിൽ ആദ്യത്തെ സ്പെഷ്യൽ ജേർണൽ അല്ലെങ്കിൽ ടൈപ്സ് ജേർണലുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ജേർണൽ എന്താണെന്നാണ്. ദാറ്റ് ഈസ് ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റോ ക്രെഡിറ്റ് ആസ്പെക്റ്റോ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ക്യാഷ് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ് ഡിവിഷൻ ഓഫ് ജേർണൽ ആണ് ഈ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ജേർണൽ നമ്മൾ അറിയപ്പെടുന്നത്. സെക്കൻഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്ക്. ദാറ്റ് ഈസ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാഷ് അതർ ദാൻ ക്യാഷ് ആണ്, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് പേയ്മെന്റ് സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്നില്ല, കടത്തിനാണ് വാങ്ങിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അത്തരം രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ പർച്ചേസ് ഡേ ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ആനുപാതികമായിട്ട് അതിന്റെ റിട്ടേൺ ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനെയാണ് നമ്മളുടെ പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് എന്ന് പറയുന്നത്. അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്ന സപ്ലയർക്ക് ഏതെങ്കിലും രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. ഈ പർച്ചേസിനെ പോലെ തന്നെയാണ് നമ്മൾക്ക് എന്ത് കടത്തിന് സാധനങ്ങൾ വിൽക്കാറുണ്ട്. ഇങ്ങനെ കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ
നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബുക്സ് ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ എന്നറിയപ്പെടുന്നു. ദാറ്റ് ഈസ് ഓൾ ക്രെഡിറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ സെയിൽസ് ബുക്കിലും അല്ലെങ്കിൽ സെയിൽസ് ജേണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ പർട്ടിക്കുലർ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മറ്റൊരു ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത് സെയിൽസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ ബുക്ക് എന്നറിയപ്പെടും. ഇതുപോലെ തന്നെയാണ് പർച്ചേസ് ചെയ്യുകയും എന്നാൽ കടത്തിനാണ്, പക്ഷേ അത് ക്യാഷിന് പകരം ബില്ല് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റിസീപ്റ്റ്, അത് ഒരു പേപ്പറിൽ എഴുതി തരികയാണ്. നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ എമൗണ്ട് തിരിച്ച് പേ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബില്ല് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബില്ല് റിസീവബിൾ ബുക്ക് അല്ലെങ്കിൽ ബിൽ ജേണൽ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്താറുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളൊരു ബില്ല് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബില്ല് പേയബിൾ ബുക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു 7 കാര്യങ്ങൾ, അതായത് ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. സെയിൽസുമായി ബന്ധപ്പെട്ട, അതായത് ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെയിൽസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സെയിൽസുമായി ബന്ധപ്പെട്ട റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെട്ട എന്ത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലും ബിൽസ് പേയബിളിലോ ബിൽസ് റിസീവബിളിലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എങ്കിൽ ഇതിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ജേണലാണ് ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ എന്ന് നമ്മൾ സാധാരണ അറിയപ്പെടുന്നു. അപ്പൊ ജനറൽ ലെഡ്ജർ എന്താണ്, ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷ വിഭാഗത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ കൂടി ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏകദേശം ക്യാഷ് ബുക്കും പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താണ് ക്യാഷ് ബുക്ക് എന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഓരോ ട്രാൻസാക്ഷൻസ്, എവരി ട്രാൻസാക്ഷൻസ് അതിലെ ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും ഒരു എൻട്രി ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ആയിരിക്കും സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏത് രീതിയിലാണ് ക്യാഷ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ബിസിനസ് സ്ഥാപനത്തിലോട്ട് ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാഷ് ബുക്കിൽ ഒട്ടനവധി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിന് ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലരായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓരോന്നിന്റെ സിമിലാരിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ക്യാഷിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ബേസിക്കലി 3 ടൈപ്പ് ക്യാഷിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്പർ 1 സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട് എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് മീൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒറ്റ കോളമേ കാണുകയുള്ളൂ. ആ കോളത്തിന് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് കോളം എന്ന് പറയും. ഇങ്ങനെ ക്യാഷ് കോളം, ഒരൊറ്റ ക്യാഷ് കോളം വെച്ചുകൊണ്ട് നമ്മളൊരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്നറിയപ്പെടുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു അക്കൗണ്ടിനെ പോലെ തന്നെയാണ്. അതിന് ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, അതുപോലെ തന്നെ എമൗണ്ട് ഉണ്ടാവും. ഇതിന്റെ ഡെബിറ്റ് സൈഡിന് പോലെ തന്നെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് സൈഡും ഇതേ കോളങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ ഒരു പർട്ടിക്കുലർ കോളവുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് 2 കോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് റിസീപ്റ്റ് നമ്പർ ഉണ്ട്, സെക്കൻഡ് വണ്ണുന്നത് വൗച്ചർ നമ്പർ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും റിസീപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീപ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോളത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പേ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വൗച്ചർ നമ്പർ നമുക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. സോ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ക്യാഷ് ബുക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ജേണൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ചെക്ക് പേയ്മെന്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ക്യാഷ് കിട്ടിയതായിട്ട് അസ്യൂം ചെയ്യും. അതിനുശേഷം ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ എമൗണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ
എഴുതും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ ഈ ട്രാൻസാക്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു ചെക്കുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ബൈ ദ കസ്റ്റമർ. ചില സമയങ്ങളിൽ ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് തരേണ്ട ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ ഈ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം നമുക്ക് ആ കസ്റ്റമർ ക്യാഷ് തന്നതായിട്ട് അസ്യൂം ചെയ്യും. പിന്നെ അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഇട്ടതായിട്ട് അസ്യൂം ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്. ഒരു ഓണർ ബിസിനസ് സ്ഥാപനത്തിന് ക്യാഷ് വിഡ്രോൺ ചെയ്യുന്നു, അത് പേഴ്സണൽ പർപ്പസിനാണ്. അത് ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ അഡീഷണൽ ആയിട്ട് പഠിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഏത് രീതിയിലാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ മറ്റുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എടുത്തുകൊണ്ട് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സാധാരണ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു 4 സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ദാറ്റ് ഈസ് ഒരു ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരു ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഐറ്റങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഐറ്റങ്ങൾ നമ്മൾ ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ എൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഹയർ എമൗണ്ട് എവിടെയാണോ അതിന്റെ ഡിഫറൻസിന് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ അസീവ് ചെയ്യുന്നു. ഈ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ തൊട്ടടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ തൊട്ടും അടുത്ത മാസത്തിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇത്തരം രീതിയിലാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. സോ സിംഗിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് അതിന്റേതായ പോരായ്മകളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒരു ക്യാഷ് ബുക്ക് വരയ്ക്കുന്നു, അതിന് 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു എമൗണ്ട് കോളം ക്യാഷ് ബുക്ക് ആണ്, മറ്റൊരു എമൗണ്ട് കോളം ബാങ്ക് ബുക്ക് അല്ലെങ്കിൽ ബാങ്കുമായി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് കോളം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെ 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെല്ലാം ഐറ്റങ്ങളാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി 2 കോളം ഉണ്ടാവും. അതിലൊന്ന് ക്യാഷ് കോളം ആയിരിക്കും, മറ്റൊന്ന് ബാങ്ക് കോളം ആയിരിക്കും. ബാങ്കുമായി റിലേറ്റഡ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിസീറ്റ് ആയാലും പേയ്മെന്റ് ആയാലും നമ്മൾ ക്യാഷ് കോളത്തിലും റെക്കോർഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ബാങ്കുമായി ബന്ധപ്പെട്ട് ക്യാഷ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ലിപ്പ് പൂരിപ്പിച്ച് അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് നമ്മൾ ബാങ്കിൽ കൊടുക്കാറുണ്ട്. ഇതിന് നമ്മൾ പേയിങ് സ്ലിപ്പ് എന്നൊക്കെയാണ് സാധാരണ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരം രീതിയിലൊക്കെ ഓരോ ട്രാൻസാക്ഷൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരയ്ക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തന്നെയായിരിക്കും വരയ്ക്കുന്നത്. പക്ഷേ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് കോളം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ സാധാരണ ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് മേഖലയാണ് ചെക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ചെക്ക് സാധാരണ നിങ്ങളുടെ വീടുകളിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഞാൻ ഒരു ചെക്കിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ചെക്കിലൂടെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ വന്നുമ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാണ്, ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷ് ആയിരിക്കും, ക്രെഡിറ്റ് ആസ്പെക്ട് ബാങ്ക് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ഏത് രീതിയിലാണ് ഇത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും കറസ്പോണ്ടിങ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻസിന് നമ്മളിവിടെ എന്താണ് ടെക്നിക്കലി അറിയപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളിവിടെ കോൺട്രാ എൻട്രി എന്നറിയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് കോൺട്രാ എൻട്രി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷും ക്രെഡിറ്റ് ആസ്പെക്ട് ബാങ്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡെബിറ്റ്
ആസ്പെക്ട് ബാങ്കും ക്രെഡിറ്റ് ആസ്പെക്ട് ക്യാഷും വന്നു കഴിഞ്ഞാൽ അത്തരം രീതിയിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇവിടെ എന്തെന്നറിയപ്പെടുന്നത്, കോൺട്രാ എൻട്രി എന്നറിയപ്പെടുന്നത്. സോ ഒരു കോൺട്രാ എൻട്രി വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ട്രാൻസാക്ഷൻസ് വെൻ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ജേണൽ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ ക്യാഷ് കോളത്തിൽ അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണെങ്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എന്ത് എഴുതുന്നു, ടു ക്യാഷ് എന്ന് എഴുതിയതിനു ശേഷം 1000 രൂപ നമ്മൾ ഇവിടെ എഴുതുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കോളത്തിൽ എന്ത് ചെയ്യുന്നു, ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് 1000 രൂപ ക്യാഷ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ റിപ്പീറ്റ് ആയിട്ട് 1-2 ട്രാൻസാക്ഷൻസ് ഈ കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ വേണം പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാൻ വേണ്ടിക്ക്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാഷ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റി ക്യാഷ് ബുക്ക്. ദാറ്റ് ഈസ് പെറ്റി എന്നുള്ള മീനിങ് എന്ന് വെച്ചാൽ സ്മാൾ എന്നുള്ള മീനിങ് ആണ്. ഒരു വലിയൊരു ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്മാൾ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മെയിൻ ക്യാഷിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു കാഷ്യർ എന്ത് ചെയ്യുന്നു, ഒരു ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒരു മെയിൻ കാഷ്യർ ഒരു ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് കുഞ്ഞു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എമൗണ്ടിൽ വാല്യൂ കുറവുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ആ ഒരു പർട്ടിക്കുലർ ക്ലർക്കിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ക്ലർക്ക് എന്ത് ചെയ്യുന്നു, ഈ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ക്യാഷ് ബുക്കിനെയാണ് നമ്മളിവിടെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സോ പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി 2 രീതിയിലാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നമ്പർ 1 ആണ് ഏതാണ്, ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്നറിയപ്പെടും. ഈ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. അതിൽ ഒരു സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് വരച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അനലിറ്റിക്കൽ രീതിയിൽ, അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാഷ് ബുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സാധാരണ പരീക്ഷ വ്യൂ പോയിന്റിൽ എപ്പോഴും ചോദിക്കുന്നത് അനലിറ്റിക്കൽ രീതിയിൽ ഏത് രീതിയിലാണ് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് എന്റെ മറ്റുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്തരം വീഡിയോകളോട് കണ്ടുകൊണ്ട് വേണം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് പോകേണ്ടതായിട്ട് വരിക. സോ ഇവിടെ ഒരു അനലിറ്റിക്കൽ രീതിയിൽ അല്ലെങ്കിൽ കോളംനാർ രീതിയിൽ ഏത് രീതിയിലാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു ബേസിക് ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫോർമാറ്റിലൂടെ ഞാൻ ചെയ്യുന്നു കുറച്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യുമെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്ലേലിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയുള്ളൂ. സോ ബേസിക്കലി നമ്മളൊരു 3 ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക്. പരീക്ഷയ്ക്ക് ഈ ഒരു 3 ഏരിയയിൽ നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം പോകാൻ. സോ അടുത്തൊരു ഇമ്പോർട്ടന്റ് മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ എന്ന് പറയും. നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ക്യാഷിനല്ല കടത്തിനാണ് നമ്മൾ അവിടെ ചെയ്തെന്നുണ്ടെങ്കിൽ ഇത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് കടത്തിന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ എന്നറിയപ്പെടും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഈ പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് ഒരു പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് ഫോമുല അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ഫോമാറ്റിലൂടെ നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനും കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതായത് കടത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് വാങ്ങിച്ചത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ എഴുതുന്നു. എന്തെങ്കിലും രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനം നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കൗണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോട്ടൽ എമൗണ്ട് ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാറുള്ളത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരു സെയിൽസ് ഡേ ബുക്കും ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതും പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതും ഏതാണ്ട് സിമിലർ ആണ്. അതിന്റെ കോളങ്ങളിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. സോ അതും ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സെയിൽസ് ഡേ ബുക്കിനും ഒരു സെപ്പറേറ്റ് ഫോമാറ്റ് ഉണ്ട്. ഈ ഫോമാറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ട് ഒരു സെയിൽസ് ഡേ ബുക്ക് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്, ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്
പ്രോഡക്റ്റ് അതിൽ നിന്ന് ആ ഒരു ഡിസ്കൗണ്ട് മൈനസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ഫൈനൽ ബുക്കിൽ അല്ലെങ്കിൽ ഫൈനൽ എമൗണ്ട് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇത്തരം രീതിയിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഏത് രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഏത് രീതിയിൽ വരയ്ക്കാം, ഈ ഒരു കുറച്ച് സബ് ഡിവിഷൻ ഓഫ് ജേണലാണ് നമ്മൾ ഈ ഒരു 4ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 8 മാർക്കിനും 5 മാർക്കിനും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്റർ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ മിസ് ചെയ്യാതെ തന്നെ പരീക്ഷയ്ക്ക് പോകണം, നല്ല രീതിയിൽ പഠിക്കുകയും വേണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. എപ്പോൾ വേണമെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സംശയമാണെങ്കിലും ഞാൻ തീർത്ത് തരുന്നതായിരിക്കും. സോ എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും അതിന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.